വർത്തമാന കേരളത്തിലെ രണ്ട് കാഴ്ചകൾ, ഒന്ന് ദേശീയ കാഴ്ചയും മറ്റൊന്ന് സംസ്ഥാന കാഴ്ചയുമാണ്. 360 രൂപയുടെ ബിരിയാണിയും നമ്മുടെ തൊപ്പിയുടെ കുലുക്കി സർബത്തും. ഇവിടെ ഒരു സമൂഹത്തിൻ്റെ ഇത്തരം കാര്യങ്ങളെ സ്വാധീനിക്കുകയും ഇടപെടുകയും അവരെ ഒപ്പം നിർത്തുകയും അവരെ ചേർത്ത് പിടിക്കുകയും ഒക്കെ ചെയ്യേണ്ടതിന് പകരം കടുത്ത ജാതിയും മതവും വർഗീയതയും ഒക്കെ പറഞ്ഞ് ആക്ഷേപിച്ച് രാഷ്ട്രീയ എതിരാളികളെ തെറി വിളിച്ച് ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു വശത്ത് അരങ്ങേറിക്കൊണ്ടിരിക്കുമ്പോൾ മറുവശത്ത് ആരെയും ലജ്ജിപ്പിക്കുന്ന, ആരെയും നാണം കെടുത്തുന്ന, നമ്മളെപ്പോലെയൊക്കെ തന്നെ എന്ന് പറയണ്ട, നമ്മുടെ മക്കൾ അവർ ഇന്ന് ഈ സമൂഹത്തിൽ കടന്നു പോകുന്ന ചില വഴികളുടെ സൂചനകൾ നൽകുന്ന രണ്ട് സംഭവങ്ങളാണ് ഈ 360 രൂപയോ 350 രൂപയുടെ ബിരിയാണിയും പിന്നെ തൊപ്പിയുടെ കുലുക്കി സർബത്തും. എത്ര പേര് കേട്ട് കാണുമെന്ന് അറിഞ്ഞുകൂടാ. ഒരു വലിയ വ്ളോഗറുടെ ഒരു ആശയവിനിമയ സദസ്സാണ്, ഡൽഹിയിലാണെന്ന് തോന്നുന്നു. ആ ആശയവിനിമയ സദസ്സിൽ ഒരു ചെറുപ്പക്കാരൻ പറയുകയാണ്, ഞാനിങ്ങനെ സെക്സിലൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ആളാണ്, എനിക്കത് കണ്ടാൽ ആരെ കണ്ടാലും അങ്ങനെ ചെയ്യണമെന്ന് തോന്നും. അപ്പം ഞാൻ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് 350 രൂപയും കണ്ട് 360 രൂപ മുടക്കി ഒരു ചിക്കൻ ബിരിയാണി വാങ്ങിച്ചു കൊടുത്തു. ആ ചിക്കൻ ബിരിയാണി വാങ്ങിച്ചു കൊടുത്തതിൻ്റെ ഉദ്ദേശം ആ മുടക്കുന്ന തുകയ്ക്ക് എനിക്ക് അവളുടെ സെക്സ് ആസ്വദിക്കുക എന്നുള്ളതായിരുന്നു. പരസ്യമായിട്ട് പറയുക ഇത്. ഇപ്പോൾ സാധാരണ പണ്ടത്തെ കാലത്തൊക്കെ അല്ലെങ്കിൽ പല കാലത്തും ഈ മനുഷ്യരൊക്കെയും ചിലതൊക്കെ ഉള്ളിൽ വെച്ചുകൊണ്ട് നടക്കുന്നവരുണ്ടാവും, അല്ലെങ്കിൽ ആരോടും പറയാനൊക്കാതെ ചിലതൊക്കെ ചെയ്തിട്ട് സ്വയം ലജ്ജിക്കുന്നവരുണ്ടാവും. ഇതങ്ങനല്ല, വളരെ പരസ്യമായി ഇങ്ങനെ ഒരു വലിയ പോപ്പുലറായ വ്ളോഗറുടെ നേതൃത്വത്തിൽ നടക്കുന്ന പരിപാടിയിൽ വിളമ്പിക്കൊടുക്കുക. എന്നിട്ട് അവളതിന് വഴങ്ങിയില്ല. ഞാൻ പിന്നെ അവളെ എവിടെയോ ഒരു പാർക്കിലെങ്ങാണ്ട് വിളിച്ചുകൊണ്ട് പോയി. രാത്രി സന്ധ്യയായപ്പോൾ ഞാൻ കൈയിട്ട് അവിടെ പിടിച്ചപ്പോഴത്തേക്ക് അവൾ തട്ടി മാറി, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് മുന്നേറുക. അതിനെല്ലാവരും കൂടെ കൈയടിച്ച് ചിരിക്കുക, വലിയൊരു തമാശ പോലെ, ഭയങ്കര സന്തോഷകരമായ ഒരു കാഴ്ച പോലെ കൈയടിച്ച് ഇങ്ങനെ ചിരിച്ച് ആസ്വദിക്കുക. എന്താ ഇപ്പോൾ ഇന്ന് നമ്മൾ പ്രയോഗിക്കുന്നൊരു വാക്കുണ്ടല്ലോ, കൺസെൻറ്റ് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ. ആ കൺസെൻറ്റിലേക്ക് എത്തിച്ചേരാൻ ഇടുന്ന ചൂണ്ട പോലെയാണ് ഈ പറയുന്ന കാശ് കൊടുക്കൽ, അല്ലെങ്കിൽ ഒരാൾക്കൊരു ഉപകാരം ചെയ്യൽ, അല്ലെങ്കിൽ ഒരാളിനെ സഹായിക്കൽ, അല്ലെങ്കിൽ വേറൊരു കാര്യം ചെയ്യൽ. ഇത് പറഞ്ഞ് പരസ്യമായി ചിരിച്ച് കാണുന്നത് ആദ്യമാണെങ്കിലും ഈ സമാനമായ രോഗം ഇന്ന് വ്യാപകമായി ഈ കൺസെൻറ്റ് മാനുഫാക്ചർ ചെയ്യുന്നൊരു ഏർപ്പാട് നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെയുണ്ട്. സൗന്ദര്യം ശാപമാണ് എന്നൊക്കെ പറയേണ്ടി വരുന്ന, അല്ലെങ്കിൽ ഒരവസ്ഥ എന്ന് പറയുന്നത് ഒത്തിരി പേര് നേരിടുന്നുണ്ട്. ഒരു പരാതി പറയാൻ ചെല്ലുന്ന ഇടങ്ങളിൽ പോലും, ഒരപേക്ഷയും കൊണ്ട് ചെല്ലുന്ന സ്ഥലങ്ങളിൽ പോലും, എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ചെല്ലുന്ന ഇടങ്ങളിൽ പോലും ഇത് അനുഭവിക്കേണ്ടി വരുന്ന ഒത്തിരി സ്ത്രീകളുണ്ട്. ചിലത് സൈക്കോ ലെവലിലാണ് ഇതിനെ നേരിടേണ്ടി വരുന്നത്. ഇതൊരു വശത്ത്. അതിനിടയിലാണ് നമ്മുടെ കേരളത്തിലെ തൊപ്പി ഒരു ഗ്യാങ്ങും ഉണ്ടായിരുന്നു. എന്നിട്ട് തൊപ്പിയുടെ വീഡിയോ ഒക്കെ ഇപ്പോൾ പുറത്തു വന്നു. അതായത് നമ്മുടെ വീട്ടിലേക്കാരോ മയക്കുമരുന്ന് കടത്തി തൊപ്പി വീശുക. തൊപ്പി എങ്ങാണ്ട് ദറസിൽ ഓതിയതാണ് കേട്ടോ. കാര്യമായ ഇൽമ് കരസ്ഥമാക്കിയ ആളാണ്. നമുക്കൊന്നും ഇൽമ് കിട്ടാത്തവരാ. തൊപ്പിക്കൊക്കെ ഇൽമ് കിട്ടിയതാണ്. അത് കിട്ടിയാണ് ഇതിനൊരു വിലയില്ലെന്ന് ആ പോയ സ്ഥലത്തുനിന്ന് തൊപ്പി മനസ്സിലാക്കിയത്. അങ്ങനെയാണ് തൊപ്പിയായി മാറിയത് എന്നാണ് ഞാൻ കേട്ടത്. അങ്ങനെ പലരും. അതുകൂടാതെ അവർ ചെയ്യുന്നത്, അന്ന് അവർ ഒന്നായിരുന്നപ്പോൾ മാസ്റ്റർബേറ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. ആൺകുട്ടികൾക്കിടയിൽ സാധാരണ കാണുന്ന ഒരു സംഗതിയുണ്ട്. അത് വീഡിയോകളാക്കി പുറത്തു വിട്ടുകൊണ്ടിരിക്കുക. അതിനാണ് ഞാൻ കുലുക്കി സർബത്ത് എന്ന് പറഞ്ഞത്. അതിൻ്റെ ഏർപ്പാട് പരസ്യമായി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ കാണിച്ചുകൊണ്ടിരിക്കുക. ഈ സമൂഹത്തിൽ ഈ പറഞ്ഞതുപോലെ ഇവരെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, ഒരു കൗമാരത്തിനെ മുഴുവൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ആരാ? തുപ്പികളാണ്. അങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യിക്കാൻ ആർക്ക് കഴിയുന്നില്ല? അതിന് പറ്റിയ ആളുകളോ അതിന് പറ്റിയ ഇടപെടലുകളോ അതിന് പറ്റിയ ഏർപ്പാടുകളോ ഒന്നും ഇല്ല. ഇത് പരസ്യമായി കാണിച്ചുകൊണ്ടിരിക്കുക. ഭയങ്കര കച്ചവടം നടക്കുന്നു. മതം വ്യാപകമായി ചടങ്ങുകളോടെ നടത്തപ്പെടുന്നു. എല്ലാ മതത്തിലും വ്യത്യസ്തമായ എത്രയോ പരിപാടികളാണ്, പണ്ടൊന്നും ഇല്ലാത്ത പോലെ വെറൈറ്റീസ്. പക്ഷേ ഇതെല്ലാം പണിയും നടത്തുന്നത് 45 വയസ്സിന് മുകളിലുള്ളവൻ്റെ അടുത്താണ്. താഴോട്ടുള്ളവനെല്ലാം തൊപ്പിയുടെ കുലുക്കി സർബത്തും കൊണ്ട് നടക്കുന്ന ഒരു സ്ഥിതിയിലേക്കായി പോകുമോ എന്ന് ഭയപ്പെടേണ്ട ഒരു കാലത്തു കൂടിയാണ് കടന്നു പോകുന്നത്. ചിന്തിച്ച് പരിഹാരം കണ്ടാൽ നല്ലത്. വീടുകളിൽ നിന്ന്, സ്കൂളുകളിൽ നിന്ന്, സ്ഥാപനങ്ങളിൽ നിന്നൊക്കെയാണ് തുടങ്ങേണ്ടത്. അത് തുടങ്ങാൻ പ്രേരിപ്പിക്കേണ്ട ആളുകളാണ് അധ്യാപകരായ ആളുകൾ. അവരാണ് വേറെ ചില കോഞ്ഞാട്ടകൾ കാണിച്ച് പള്ളിക്കൂടത്തിൻ്റെ മേളിൽ കയറി ഇന്ന് തീ കത്തിക്കുക, അതിൻ്റെ മേളിൽ നിന്ന് ചാടുക, ഓടുക.